ഈ സർഗോയെ കുറിച്ച് അഭിപ്രായം പറയൂ. കാരണം അത്തരം ഒരു ഷോ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അയ്യോ, അത് നമ്മള് സാറ് അത് എങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. കാരണം ചില സമയത്ത് ഗ്രൂമിങ് ഡേയ്സിൽ സാറ് പറയും ഈ ഷെഡ്യൂളിൽ ഭയങ്കര കുറേ കാര്യങ്ങളുണ്ട്, കുറച്ചധികം ഇപ്പോൾ ഗസ്റ്റ് വരുന്നതും ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മൾ കുറച്ച് ഓഫായിരുന്നു, എല്ലാവരും ഒന്ന് ഉഷാറാവണമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് പോയി രാവിലെ ഇരിക്കുമ്പോൾ മൊത്തം കുറച്ചധികം കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഇതൊക്കെ എങ്ങനെ സമയത്തിൻ്റെ ഉള്ളിൽ തീരും എന്നല്ലെങ്കിൽ ഇതുവരെ ഒരു 10 മണിക്കപ്പുറം പോയിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ തൊട്ടിട്ട് കറക്റ്റ് 10 മണിയാകുമ്പോഴേക്കും എത്ര പരിപാടി ഉണ്ടെങ്കിലും ഏത് ഫെസ്റ്റിവൽ ഷൂട്ടിംഗ് ആണെങ്കിലും ആ ടൈമിൽ തീരും. പക്ഷെ നമുക്ക് ഒരു ദിവസം പോലും ഒരു കൂടുതൽ പ്രഷറോ പെട്ടെന്ന് 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 അങ്ങനെ ഒരു ഹറിയോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതെങ്ങനെയാണെന്നറിയില്ല. അത് സാറിൻ്റെ ഭയങ്കര ഒരു കഴിവാണ് അത്. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ എപ്പോഴും എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് സമയവും എല്ലാം കിട്ടുന്നുമുണ്ട്. എന്നാൽ ചില ദിവസം 6 പാട്ടുകളുണ്ടെങ്കിൽ അപ്പോഴും ആ സമയം, 12 പാട്ടുണ്ടെങ്കിൽ അപ്പോഴും സമയം, 20 പാട്ടുണ്ടെങ്കിൽ അപ്പോഴും സമയം. ഇതെങ്ങനെ സാർ ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സാറിനായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, സാധിച്ചിരിക്കുന്നുണ്ട്. ഒരിക്കലും സാറ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല അവിടെ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരെല്ലാവരും അവരുടെ ബെസ്റ്റ് ഷോയിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നാണല്ലോ, എന്നാണ് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെല്ലാവരും സാറിന്റെ, ഞാൻ ഗുലാന്റെ ആളാന്ന് പറയില്ല, അതുപോലെയാണ് സർഗോ സാറിന്റെ ആളാന്നുള്ള ഒരു ഫീലാണ് നമുക്ക് അവിടെ. അത് തരുന്ന ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ശരിക്കും ലിറ്ററലി നമ്മൾ വെറുതെ പറയുന്നതല്ല, ശരിക്കും സാറാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായപ്പോൾ ഫൈനൽ 5 വരുമ്പോഴത്തേക്ക് ബൽറാം ആയിക്കോട്ടെ, അരവിന്ദ് ആയിക്കോട്ടെ, നന്ദ, ദിശ, അനുശ്രീ എല്ലാവരും പാടുന്ന അസാധ്യമായിട്ടുള്ള പാട്ടുകാരാണ്. പക്ഷെ നമുക്ക് ചിലരോടൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ദിശയെക്കുറിച്ച് ചില സമയത്ത് പറയുമ്പോൾ ദിശയുടെ ഒരു സിംഗിങ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെ പുകഴ്ത്താൻ തോന്നും. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ യുണീക്ക് സ്റ്റൈലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ശ്രീരാഗിന്റെ മനസ്സ് ആരോടൊപ്പമൊക്കെയാ അങ്ങനെ ഒരു ബയസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ളത്. നമുക്ക് ഷോയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ തലത്തിലോ അല്ലെങ്കിൽ പാട്ടുകൊണ്ട് ബഹുമാനോ ഒക്കെ തോന്നുമ്പോൾ ഇയാൾ പാടി മുമ്പിൽ വന്ന കൊള്ളായിരിക്കും എന്ന് തോന്നിയിട്ടുള്ളതുണ്ടോ മനസ്സിൽ? അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇയാൾ പാടി മുമ്പിൽ വന്നാൽ കൊള്ളായിരിക്കും എന്ന് എനിക്ക് ഈ ഷോയിൽ വരുന്നതിന് മുന്നേ തോന്നിയിട്ടുള്ളത് ഗോകുലാണ്. അതായത് ഷോയിൽ വരുന്നതിന് മുന്നേ ഗൂഗിളാണ് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്. ഞാൻ പൊന്നുഷസ് എന്നും നല്ല പാട്ട് വെറുതെ ഗിറ്റാർ വെച്ച് പാടി അയച്ച ഒരു വീഡിയോ ഗൂഗിളിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ട് ബ്രോ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്നത്. അന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഫോളോവേഴ്സ് ഒന്നും ഇല്ല, ഞങ്ങൾ ഇഷ്ടമുള്ള പാട്ട് ഇങ്ങനെ പാടിയിടുന്നു. അപ്പോൾ ഇവൻ്റെ ഞാൻ ഫീൽഡിൽ ഇങ്ങനെ തപ്പി പാട്ട് കുറവാണ്, പക്ഷെ ഇപ്പോൾ എടുത്തു നോക്കി പാട്ട് പാടും. ഇങ്ങനെ പാടിയ പോരല്ലോ, എന്താ പാടാത്തേ എന്നൊക്കെ അപ്പം തോന്നിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തിരിച്ചും ഞാൻ എൻ്റെ പാട്ട് അയച്ചു കൊടുത്തിട്ട് അതിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ബ്രോ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തിരിച്ച് പറയണമല്ലോ എന്നോർത്ത് പറയുന്നതല്ല, ശരിക്കും നന്നായിട്ടുണ്ട്, ഞാൻ എപ്പോഴാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നി ഇവനെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആളല്ലല്ലോ, എന്താന്ന് ചെയ്യാത്തതൊക്കെ തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നാണ്, ഓരോന്നിനും ഒരു ബെസ്റ്റാണ്. ഇപ്പോൾ ദിശയുടെ കാര്യം പറയുകയാണെങ്കിൽ ദിശയുടെ തൊണ്ട വരാത്ത ഒന്നുമില്ല. ആ ഹാർഡ് വർക്കിൻ്റെ ആ ഒരു സാധനമുണ്ട്, തെളിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ അരവിന്ദാണെങ്കിൽ അരവിന്ദ് ഭയങ്കര എനർജറ്റിക് ആണ്, അങ്ങ് പാടി കൊള്ളിക്കും, തുറന്ന് പാടി അടിക്കുക. പിന്നെ ബൽറാം ഒറിജിനലൊക്കെ കേട്ട് അവൻ പല പാട്ടും ഞാൻ പഠിക്കാൻ ബൽറാമിൻ്റെ അടുത്താണ് പോവുക. അവിടെ ഒന്ന് കേൾപ്പിച്ചു എഴുതൊന്ന് പാടിത്തന്നെന്ന് പറയുമ്പോൾ അത് കിട്ട് കറക്റ്റ് അതേപോലെ പാടിത്തരും. ഞാൻ കേട്ടതന്നെയല്ലേ നീ കേട്ട്. അവൻ ഒറിജിനലോട് എന്താ പറയുക, കുറച്ച് ഓവർ നീതി പുലർത്തുന്ന ആളാണ്. അത്രയും നീതി വേണ്ട, അത്രയും വൃത്തി. ഞങ്ങളെപ്പോഴും അങ്ങനെ പാടാൻ കയറുമ്പോൾ പറയും, അവൻ കയറുമ്പോഴും വൃത്തി, ഓക്കെ, ഞാൻ കയറുമ്പോഴും വൃത്തി, അങ്ങനെ പറയും ഞങ്ങൾ കണ്ടിട്ടു. അതാണ് ബൽറാമിൻ്റെ ഒരു ക്വാളിറ്റി. നന്ദ ഇടയ്ക്ക് ഞെട്ടിക്കും, ഇടയ്ക്ക് ഞെട്ടിച്ച് കളയും. പിന്നെ അനുശ്രീ നല്ല എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്ത് പാടും. കൊടുത്ത് പാടുമെന്നല്ല, പാടുന്നതിൽ എക്സ്പ്രഷൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും ഭവനും. അതല്ലാതെ 16 പേരുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്? 16 പേരിൽ ഇഷ്ടം പോലെ. സിയാദിക്ക ഞാൻ പാട്ട് കേൾക്കുന്ന കമ്പനിയായിരുന്നു. പാട്ട് കേൾക്കാൻ അങ്ങനെ എപ്പോഴും എല്ലാവരും കിട്ടില്ല. പാട്ട് കേൾക്കുമ്പോൾ മിണ്ടാതിരുന്ന് മുഴുവൻ കേൾക്കുക,
എന്നൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ അതാരും നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. അതെ. നിർബന്ധിച്ചാൽ നമുക്ക് ആ കേൾക്കാനുള്ള മൂടുമ്പോൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതങ്ങ് ഒത്തുവരണം. മിണ്ടാതിരിക്കി എന്ന് പറയുകയില്ല. പക്ഷെ സിയാദിക്കാനായിട്ട് പാട്ട് കേൾക്കുമ്പോൾ അതങ്ങ് സംഭവിക്കും. പാട്ട് വെച്ച് തീരുന്നവരിങ്ങനെ മിണ്ടാതിരിക്കാം, പാട്ട് കേൾക്കാം, എന്നിട്ട് ഒരുമിച്ച് ചില സ്ഥലങ്ങളിൽ ഒരുമിച്ച് കണക്ട് ആകുമ്പോൾ പരസ്പരം നോക്കിയൊരു ചിരിയിരിച്ചാൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. രാമകഥയാണ് അവസാനം പാടിയത്. രാമകഥയിലെ ഈ പറയുന്ന നമ്മൾക്ക് കേൾക്കാൻ രസമുള്ള ടഫ് പോർഷൻ ഇല്ലേ, സാരി സരി അവിടെ മുതൽ ഒന്ന് സരി സ സരി സ സരി സ സരി സരി രി നീ നി രി രി നീ നി മദനി സരി ഗരി രി രി ഗരി രി രി ഗരി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി സരി ഗ മ പ ദ പ പ പ ദ പ പ പ ദ പ പ ഗ പ നീ നി ദ ദ നീ നി ദ ദ മദനി സ സരി സ സരി സ സരി സ സ രി സ ഗാ ഗരി രി ഗാ ഗരി രി മദനി രി. നിങ്ങളിങ്ങനെ സ്റ്റേജിൽ നിന്നിട്ടേ ആ ശ്രീരാമ എന്നൊക്കെ പാടുന്ന സമയത്തുണ്ടല്ലോ ഒരു ആവേശം കിട്ടും നമുക്ക്. ശരിക്കും ആ പെർഫോമൻസിൻ്റെ ആ ഒരു ഗുണഭോക്താക്കളായിട്ടുള്ളത് നമ്മളും കൂടെയാണ്. നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു കുളിര് കിട്ടില്ലേ, അത് നിങ്ങളോട് കണക്റ്റഡ് ആണെങ്കിൽ ആ കുളിരിൻ്റെ ഇത് കൂടും. പേടിയുണ്ടായിരുന്നു ഈ രാമകഥയ്ക്ക്. പാടാമനമാലി എന്നുള്ള പാട്ട് പാടി, അത് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഗുണമുണ്ടായിരുന്നു പാടിയപ്പോൾ. അത് കോംബോ രസമായിരുന്നു കേൾക്കാൻ. ഈ ബൽറാമായിട്ട് പാടുന്ന സമയത്ത്, കോംബോ പാടുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്കും? എന്ത് രസമാണ് നിങ്ങൾക്കിടയിൽ? രസമാണ് പാടുന്ന സമയത്ത്. ചില പാട്ടുകൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒരുപോലെയാണ് ഏകദേശം ചിന്തിക്കുന്നതൊക്കെ ചില പാട്ടുകളിൽ. അപ്പൊ അതിൻ്റെതായ ഒരു ഗുണമുണ്ട് ബൽറാമിനായിട്ട് പാടുമ്പോൾ. പ്രോപ്പർ സിങ്ക് ആയിരിക്കും ഞങ്ങൾ. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു പ്രായം അനുസരിച്ച് കൂട്ടത്തിലുള്ള സൗഹൃദങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു അഫെക്ഷൻ, ക്രഷ് തോന്നുക, പ്രണയം തോന്നുക, ഇങ്ങനെയൊക്കെ ഒരു മനസ്സിലേക്ക് പോകും. ചിലരോടൊക്കെ ഒറ്റയ്ക്ക് മാറി നിന്ന് സംസാരിക്കണമെന്നൊക്കെ നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചു വെക്കാം. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്ത് പോയത്? അങ്ങനെ കണക്ട് ആവുന്നത് വളരെ കുറവാണ് ശരിക്കും പൊതുവിൽ. ഇപ്പൊ ഈ മറ്റേ താരാപദം പാടുമ്പോ അനുശ്രീയായിട്ട് ട്രോളൊക്കെ ഇറങ്ങിയല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അത് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു, ഞാൻ പൊതുവെ സംസാരിക്കാത്തൊരു ആളാണ്. താല്പര്യമില്ല, പറ്റില്ല എന്നല്ല, എന്തിനപ്പോ സംസാരിക്കുന്നേ എന്നുള്ളൊരു ഇതാണ്, എന്തതിൻ്റെ ആവശ്യം എന്നുള്ള. അപ്പോൾ അങ്ങനെ അതിനപ്പുറത്ത് അങ്ങനെ ഒരു ക്രഷോ അല്ലെങ്കിൽ അത്തരം അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ശ്രീരാഗിനോട് തോന്നുന്ന ക്രഷിനെയൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത്? എന്നോട് പൊതുവിൽ അങ്ങനെ ആരും അങ്ങനെ മുട്ടില്ല. അതുകൊണ്ട് ചിലർ സംസാരിക്കുമ്പോൾ എന്തത് തോന്നിയേക്കാം. പുറത്തിറങ്ങുമ്പോൾ ആരാധകര് എങ്ങനെയാ അവർ മീറ്റ് ചെയ്തത്? അപ്പോൾ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ഫാൻസ് കൂടുതലാണല്ലോ ശ്രീരാഗിന്. ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടക്കുക, എന്നാലും തിരിച്ചറിയുമ്പോൾ സന്തോഷം. നമ്മളപ്പോൾ അവരോട് സംസാരിക്കും, അവര് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ, അതുകൊണ്ട് നമ്മൾ സമയമെടുത്ത് അവരോട് സംസാരിക്കണം. പാട്ടുകളൊക്കെ എടുത്തു പറയും. മറ്റേ പാട്ടുകൾ കുറെ പേര്. കഴിഞ്ഞ ദിവസം ഫിനാലയുടെ തലേ ദിവസം അവിടെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടൻ ഒരു കവറൊക്കെ രക്ഷത്ത് വെച്ചിട്ട് വന്നു, വടകരയെന്ന് വരികയെന്ന് കാണാൻ വേണ്ടിയിട്ട്. പുള്ളി ട്രെയിനൊക്കെ പിടിച്ച് വന്ന് ഇവിടെ റൂം എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വടകരയിൽ ഇത്ര വോട്ട് ഞാൻ മോന് വേണ്ടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ഈ പള്ളിയിലും കുറെ അമ്പലങ്ങളിലൊക്കെ വഴിപാട് നടന്നിട്ടാണ്, മോൻ കയറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചു പോയിട്ട് അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് അയ്യോ ഞാൻ തോന്നണ കുറെ ആളുകളുണ്ട്. അവരോടൊക്കെ ഭയങ്കര സന്തോഷം. വേറെ എന്താ ചെയ്യാൻ പറ്റുക? അതൊരു മൈലേജ് ആണല്ലേ നമുക്ക് ഓടാനുള്ള. പിന്നെ എല്ലാവരുടെ മനസ്സിനകത്ത് ഒരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ടാവും. അതിലേക്ക് പോകാനും സിനിമ നമ്മുടെ ഒരു പോപ്പുലർ മാധ്യമം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആ പാട്ടിനെ ഒഴിവാക്കി നിർത്താനും പറ്റില്ല. സിനിമാ ഗാനങ്ങളായിരിക്കും മിക്കവരുടെയൊക്കെ ഫോക്കസ് എന്ന് പറയുന്നത്. കാരണം ആ പോപ്പുലാരിറ്റി മാത്രമല്ല, അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ജോണർ എന്നുള്ള അർത്ഥത്തിൽ. ഇൻഡിപെൻഡന്റ് മ്യൂസിക് കയറി വരുമ്പോഴും നമുക്ക് പക്ഷെ ഇപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് അങ്ങനെ ഒരു ജോണറാണ്. അപ്പൊ അതാണോ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഇനി എനിക്കറിയില്ല അതിനൊരു പരിധിക്കപ്പുറം സ്പേസ് ഉണ്ടോ സിനിമ പാട്ടുകൾക്ക് അറിയില്ല. മൊത്തത്തിൽ അങ്ങ് പാട്ടായിട്ട് കണ്ടാൽ മതി. അതെ, അങ്ങനെ വേർതിരിച്ച് നമ്മുടെ ഒരു സാധനം വർക്കാവില്ല. മൊത്തത്തിൽ പാട്ട് അത് സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ സിനിമയ്ക്ക്, ഒറ്റയ്ക്ക് ഇറക്കാനൊരു സാഹചര്യം വന്നാൽ ഒറ്റയ്ക്ക്, വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിൽ അങ്ങനെ പാട്ട് പാടുക, ആസ്വദിക്കുക, പാടുക. അതെ. പൊന്നൂഷ്യസ് എന്നും ഇറക്കി തുടങ്ങിയില്ലേ? പൊന്നൂഷ്യസ് എന്നും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ശരിക്കും. ജയചന്ദ്രൻ സാറ് അസാധ്യമായിട്ട് പാടിയിട്ടുള്ളതാ. എനിക്ക് രമേശ് നാരായണൻ സാറിന്റെ പാട്ടുകളിൽ ആ സിനിമയിലെ 2 പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. തീരത്തടിയും ശംഖിൽ
നിൻ പേരു കോറി വരച്ചു ഞാൻ തീരത്തടിയും ശങ്കിൽ നിൻ പേരു കോറി വരച്ചു ഞാൻ ശംഖു കോർത്തൊരു മാല നിന്നെ ഞാൻ അണിയിക്കുമ്പോൾ ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം പൊന്നുഷസിന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യതീർത്ഥ കടലിൽ. ഓ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ ആരാധകർ കുത്തിക്കയറി വരില്ലേ? ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇല്ല, ഇതൊക്കെ ഞാൻ പണ്ട് പാടിയിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, എങ്ങനെയാ അവസ്ഥ? അവരുടെയൊക്കെ ഒപ്പീനിയൻസിനൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്യുമോ തിരിച്ച്? വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഏത് നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലെന്നും സമയമില്ലൊന്നും അല്ല. പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ശീലമില്ല. അപ്പൊ അതുകൊണ്ട് പഴയ പോലെ തന്നെ പോകാന്നുള്ളതാണ്. അച്ഛനെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്ത്, വീടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഒക്കെ പരസ്പരം ഹഗ് ചെയ്യാത്തതിനെ കുറിച്ച് അവിടെ ഒരു ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണോ ശരിക്കും വളർന്നു വന്നത്? അങ്ങനെ ഒരു ശീലമില്ല എന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന ഹഗ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു വേ ഓഫ് ഷോയിങ് ലവ് അതിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതാണ് ആൻസർ. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ആൻസറുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ കൗണ്ടേഴ്സ്. അതെ, അതാ പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ കുറെ സമയം വേണം. ഞാൻ വളരെ ലാഗടിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അപ്പോഴേക്കും അത് ഷോയിൽ ഇങ്ങനെ മറ്റേ വിരിച്ചാട്ടൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്ന് എനിക്ക് പരിചയമില്ലാത്തൊരു എന്ന് പറയുമ്പോ അച്ഛനും അമ്മയോ അപ്പോഴേക്കും അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതും പറയാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അല്ല, അത് അറിയാതെ വരുന്നത്, അത് ഒന്നും ചിന്തിച്ചിട്ടൊന്നും പറയുന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ അതിലായിരിക്കുമല്ലോ. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും പറയുമ്പോ നിക്ക് ഞാൻ പറയട്ടെ, നമുക്ക് അറിയാതെ വരുന്നതാ. കൗണ്ടേഴ്സ് പലതരത്തിൽ പാഞ്ഞു വന്നിട്ടുണ്ട്. ഈ LLB പഠിക്കുന്നത് കൊണ്ട് മറ്റേ വാഴയെ വെച്ചിട്ട് വാദിക്കാൻ പറഞ്ഞില്ല, വാഴക്കൊല മോഷണം പോയതിനെ വെച്ചിട്ട് വാദിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ പെർഫോം ചെയ്യുന്നില്ല. സത്യത്തിൽ പെർഫോം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? അതെ, അങ്ങനെയാണോ ശ്രീരാഗ്? നമ്മളിപ്പോ അതേപോലെ പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതോട് നടക്കുന്നില്ല. അവർ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഫാസ്റ്റുമാണ്. പിന്നെ ശരിക്കും ഇപ്പൊ നമ്മളൊരു കേസ് വാദിക്കാൻ വന്നിട്ട് ആ രീതിയിലല്ല അവിടെ നിന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നേരത്തെ നമ്മള് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വരണം. അങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ പറയാം, അതില്ല, ഇതിപ്പോ കോടതിയുള്ള പോലെ പറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ നിന്ന് വരുന്നത് കോടതിയായിട്ടൊരു സ്വഭാവം ഇല്ലാത്തൊരു സംഭവം. അപ്പൊ നമുക്ക് തിരിച്ചതേപോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് നിങ്ങൾ പറയുന്ന പറഞ്ഞാൽ സ്റ്റക്കായി പോകണം. അത്രേ ഉള്ളൂ. അല്ല, അത്രയും ജെനുവിൻ ആണോ? അതായത് അവര് ട്രിക്കി ആയിട്ടാണല്ലോ അത് മാനേജ് ചെയ്യണേ. അവര് ചുമ്മാ കൗണ്ടർ അടിക്കുക, രസം ഉണ്ടാക്കുക. അതെ, പക്ഷെ അതല്ലല്ലോ ശരിക്കും അതിന്റെ സംഭവം. അപ്പൊ ഞാൻ എന്തിനു അറിയാത്തൊരു അല്ല, വെറുതെ അതല്ലാത്തൊരു സാധനം പറഞ്ഞ് വെറുതെ എന്തിനു ഞാൻ ചിരി പടർത്താൻ വേണ്ടി എന്തിനു ഞാൻ ഇല്ലാത്തത് പറയണം ഒരു തോട്ടാണ് പറഞ്ഞ് ചിരി പടർത്താലോ എന്നുള്ള തോട്ടാണ്. നമ്മള് അറിയാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയാതിരിക്കുക. ചെറിയ തരത്തിലുള്ള ഒബ്ജക്ഷൻസ് ഉണ്ട്. കാരണം അങ്ങനെ അല്ല അത് റെൻഡർ ചെയ്യേണ്ടതെന്നാണ് ശ്രീരാഗ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണോ സ്ട്രക്കായി പോകുന്ന ആ സ്പേസിൽ? ഞാൻ അങ്ങനെ പൊതുവിൽ വിചാരിക്കുന്നില്ല. ഞാൻ ചൂസ് ചെയ്യുന്നത് അതാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരാൾ അങ്ങനെ ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല. അതെനിക്ക് ഇഷ്ടമല്ലെന്നും പറയുന്നില്ല. അത് തെറ്റാണെന്നും ശരിയാണെന്നൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെ ആണ്. അത് പറയുന്നുമില്ല, അത് അങ്ങ് ചെയ്യുവാണ്. പറയുന്നുമില്ല, എനിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ട എന്നുള്ളൊരു അത്രേ ഉള്ളൂ. ഓ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഇന്നസെൻസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നസെൻസ് അല്ല, അതിനകത്ത് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരു സ്പേസിൽ അത് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ മുതിർന്നാൽ നമ്മൾ പിന്നെയും ഭയങ്കര കുടുക്കിലേക്കും പോകും. നമ്മള് എവിടേക്കോ പോകും. അപ്പൊ എന്തിനാ നിൽക്കുന്നുള്ള നമുക്കറിയാലോ, നമ്മളടുത്തറിയുന്നവർക്കും അറിയാം. എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു. സിത്താര ഇത്രയും കൗണ്ടർ അടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഷോയിൽ വരുമ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ചില സമയം ചിത്ര ചേച്ചി വരെ തഗ് പറയുന്നുണ്ട്. അത് ആ ഒരു എനർജിയിലേ അവിടെ അതിന്റെ കൂടെ ഒരു പക്ഷെ മാറ്റിയിരുത്തി കഴിഞ്ഞാൽ ചേച്ചി വേറെ ഉള്ളിലൊരു കുട്ടിയുണ്ട്.
അപ്പോൾ അത് പുറത്ത് വരുന്ന അത്രയും കംഫർട്ടബിൾ ആയിപ്പോയി അവിടെ. ചേച്ചി ഭയങ്കരമായിട്ട് ഈ ഐഡിയയെ കുറിച്ച് തന്നെ പറയുന്നത് ചേച്ചി ഉണ്ടാക്കിയ ഐഡിയ ആണെന്നുള്ള അർത്ഥത്തിലാണെന്ന് സംസാരിച്ചത്. ഇതിന്റെ ബുദ്ധി ഈ ഐഡിയ, ആ വാഴയുടെ കേസ് ബാധിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ചേച്ചി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്തു പറയില്ല, ഇത് വിധിച്ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കും. അതെ, പക്ഷെ ആ ഒരു യൂണിറ്റിയും ആ ഒരു രസമില്ലേ, അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലേ പലപ്പോഴും. പിന്നെ അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് തന്നെ നടക്കുന്ന ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നമുക്ക് അറിയാലോ, നമുക്ക് കണ്ടാലും കേട്ടാലും ഒരാൾ പറയുന്നത് കേട്ടാൽ പരിധി വരെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അത് ജെന്യൂൻ ആയിട്ടങ്ങ് സംഭവിക്കുന്നതാണ്. അത് ക്യാമറയിൽ പകർത്തണമെന്നേ ഉള്ളൂ. ഇതൊരു ജോലിയായിട്ടാണോ ശരിക്കും ചെയ്തത്, പക്ഷെ ഒരു ആസ്വാദനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണോ കണ്ടത്? ആസ്വാദനം ഞാൻ പാടുന്നത് മാത്രമല്ല, മറ്റുള്ള അവരുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നത്. കാരണം ഒരു ഭാഗ്യം വന്ന 16 പേരും അടിപൊളിയായിരുന്നു ശരിക്കും. എനിക്ക് വെറുതെ ഇങ്ങനെ പറയാം, 16 പേര് എനിക്കറിയുന്നവരല്ലേ, പക്ഷെ ശരിക്കും 16 പേര് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ സോഫയിൽ 2 സൈഡിലും ഗുരുകുലം കോൺവെൻറ്റ് വന്നിട്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ മോണിറ്റേഴ്സ് ഉണ്ടാവും, അതിൽ കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. അപ്പോൾ രാവിലെ പോയിരിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഭയങ്കര ടഫ് സോങ്സ് ഒന്നും പാടണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ കണ്ടു. ഞാനും ചന്ദനല്ലേ സുഗന്ധമൊക്കെ ഇങ്ങനെ പാടിയിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇത് പാടണമല്ലോ എന്നുള്ള ടെൻഷനിലൊന്നും അല്ല ഇരിക്കുക, നമ്മൾ വളരെ കൂളായിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് പാട്ട് കേൾക്കലാണ് നല്ല സുഖമാണ്. അവിടെ ഇരുന്നിട്ട് 5 പൈസ ചെലവില്ലാതെ ബെസ്റ്റ് പാട്ടുകാരുടെ പാട്ട് ലൈവായിട്ടിരുന്ന് കേൾക്കാം. അത് ഭയങ്കര സുഖമല്ലേ. കൂടെ കേൾക്കാൻ ചിത്ര ചേച്ചി ഭയങ്കര സെറ്റപ്പല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ബൽറാം ചന്ദനച്ചോലയിൽ പാടിയത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാട്ടിലൊരു സൈലൻസ് ഒക്കെ ഉണ്ടല്ലോ, നിർത്തി ഒരു രീതി ഉണ്ടല്ലോ, ആ പാട്ടിനൊരു താളുണ്ട്. അപ്പോൾ ബൽറാമിൻ്റെ ചന്ദനച്ചോല മാത്രമല്ല, ഓരോരുത്തരുടെയും എനിക്ക് മറന്നു പൂമകളെ പാടുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മളത് ലൈവായിട്ട് കേൾക്കുമ്പോൾ, ലൈവായി കേൾക്കുന്നത് വേറൊരു സംഭവമുള്ളത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് പാടുന്നു, അതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ കുറേ പാട്ടുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാം. കുറേ സമയം അങ്ങനെ പോയി പാട്ട് കേട്ട്. പിന്നെ ഇടയ്ക്ക് ഫിനൂബിൻ വന്നു. ഫിനൂബിൻ ഹിന്ദി സോങ്സൊക്കെ സാധ്യമായിട്ട് പാടും. ഈ അവസാനം പാടിയ യേ ദുനിയായ മഹഫിൽ എന്ന് പറഞ്ഞ പാട്ട് പാടി. അതൊക്കെ ഈ അവിടെ ഇരുന്ന് കേട്ട് ആസ്വദിച്ചതിൽ ഓർമ്മയുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ വരുന്ന ചന്ദനച്ചോലയിൽ, ഫിനൂബിൻ്റെ യേ ദുനിയ, പിന്നെ ബൽറാമും മുനശ്രീയുടെ മലരേ മൗനമ, അങ്ങനെ കുറേ പാട്ടുകൾ. ഞാൻ കുറേ പാട്ടുകൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ശ്രീരാഗിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നീല നിലാവിൻ്റെ ഗദ്ഗദധാരകൾ നീളെ തുളുമ്പുമീരാവിൽ, നീല നിലാവിൻ്റെ ഗദ്ഗദധാരകൾ നീളെ തുളുമ്പുമീരാവിൽ, ശോകത്തിൻ സാഗര തീരത്തിലേകനായി, ശോകത്തിൻ സാഗര തീരത്തിലേകനായി കണ്ണീരണിഞ്ഞു ഞാൻ നിൽപ്പൂ, കണ്ണീരണിഞ്ഞു ഞാൻ നിൽപ്പൂ, തേടുന്നതാരേ 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 ശൂന്യതയിൽ ഈരൻ മിഴികളെ നിങ്ങൾ തേടുന്നതാരേ തേടുന്നതാരേ. എനിക്കിഷ്ടമുള്ള പോലെയാണ്.